പരിചയമില്ലാത്ത ഒരു പെൺകുട്ടിയെ എന്ത് വിശ്വാസത്തിൻ്റെ പേരിലാണ് ഭാര്യയായി സ്വീകരിക്കാൻ കഴിയുക എന്നാണ്. പരിചയമില്ലാത്ത ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ നല്ലത് പരിചയമുള്ള ഇതുപോലെയുള്ള ബന്ധമല്ലേ എന്നാണ് ചോദിച്ചത് എന്നർത്ഥം. മറ്റൊന്ന്, പ്രണയം എന്നതിലുപരി അടുത്തറിയാവുന്ന ഒരു സഹോദരിയായി കാണുന്നതിൽ വല്ല തെറ്റുമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. മറ്റൊന്ന്, വിദ്യാർത്ഥിയായിരിക്കെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടെ പഠിക്കുന്ന പെൺകുട്ടികളുമായി ഇടപഴകേണ്ടി വരുന്നു. മറ്റു ദുഷിച്ച ചിന്തകളൊന്നുമില്ലാതെ അങ്ങനെയുള്ള ബന്ധങ്ങൾ തുടരുന്നതിൽ പ്രശ്നമുണ്ടോ എന്നാണ് അതിൻ്റെ ഇസ്ലാമിക വിധി. ദഅവ തൻ്റെ ക്യാമ്പസിൽ നിർവഹിക്കാൻ പെൺകുട്ടികൾക്കിടയിൽ ക്വാളിഫൈഡ് ആയ ഒരു ഗേൾ ഇല്ലെങ്കിൽ അവരെ ദഅവത്ത് നടത്തുന്നതിൻ്റെ വിധിയും ചോദിച്ചിട്ടുണ്ട്. നമ്മൾ മറുപടി പറയുമ്പോൾ നിങ്ങളത് ഒരു തമാശയായിട്ട് എടുക്കരുത്, അതിൻ്റെ ഗൗരവത്തോടു കൂടെ കാണണം എന്ന് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്നത് അവരുടെ അറിവില്ലായ്മ കൊണ്ട് തന്നെ. ആ ചോദ്യം ക്ലിയർ ചെയ്യാനാണ് നമ്മൾ ഈ സെഷൻ വെച്ചത്. ഇവിടെ അത്തരം ചോദ്യങ്ങൾ വരികയാണ് വേണ്ടത്. ഇതിൽ ഒന്നാമത്തെ ചോദ്യം, പരിചയമില്ലാത്ത ഒരാളെ വിവാഹം കഴിക്കുന്നതിനേക്കാളും നല്ലത് പരിചയമുള്ള ഒരാളെ വിവാഹം കഴിക്കുന്നതല്ലേ എന്നാണ്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം അനുഭവകരമായ തെളിവാണ്. കാരണം പരിചയമുള്ളവരെ വിവാഹം കഴിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലേ ആയിട്ടുള്ളൂ. ഈ ബന്ധങ്ങൾ ലോകത്ത് ഇതുവരെ നടന്ന വിവാഹങ്ങളൊക്കെ പരിചയമില്ലാതെ വിവാഹത്തിന് വേണ്ടി മാത്രം പോയി കണ്ട് വിവാഹം കഴിച്ചതാണ്. അതൊക്കെ സക്സസ് ആയി നടന്നതുകൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ജനിച്ചതും ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മുടെ മാതാപിതാക്കളൊക്കെ സന്തോഷത്തോടെ ജീവിക്കുന്നത്. അതുകൊണ്ട് വിവാഹത്തിന് വേണ്ടി മാത്രം പരിചയപ്പെട്ടാലും വിവാഹം വിജയിക്കുമെന്നതിന് ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ ദാമ്പത്യ രംഗത്തുണ്ട്. അതിലുപരി എനിക്ക് ലളിതമായ ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇപ്പോൾ ഒരു അഫയർ നിലനിൽക്കുന്നു വിചാരിക്കും നിങ്ങൾ. അവർ ക്യാമ്പസിൽ നിന്ന് പരിചയപ്പെട്ടു. ആദ്യമായി പരിചയപ്പെട്ട ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ കുറച്ച് സമയം ഇങ്ങനെ അവർ അഫയറായി മുന്നോട്ട് പോയപ്പോൾ അവർക്ക് തോന്നുക, ഇതെനിക്ക് പറ്റൂല, ഇതെനിക്ക് വിവാഹത്തിന് പറ്റൂല, അതുകൊണ്ട് ഞാൻ ഇതിവിടെ അവസാനിപ്പിക്കുക എന്ന നിലയ്ക്ക് ഏതെങ്കിലും അഫയറുകൾ ആരെങ്കിലും അവസാനിപ്പിച്ചിട്ടുണ്ടോ? അതും പരിചയമില്ലാത്ത ബന്ധമാണ്. അഫയറുകളും പരിചയമില്ലാത്ത ബന്ധമാണ്. ആ വിവാഹത്തിന്റെ പരിചയം എന്നാണ് എന്തറികൾ, ഒന്ന് പോയി കാണും, അവസ്ഥകളൊക്കെ ചോദിക്കും, നേരിട്ട് സംസാരിക്കും, വിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണ് തിരഞ്ഞെടുക്കുക. അഫെയർ ആകുന്ന ആളുകൾ എങ്ങനെ നിങ്ങൾ ഒരു ഫോം ഫില്ലപ്പ് ചെയ്യുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, അപ്പോൾ നിങ്ങൾ മുഖത്തൊക്കെ ഇപ്പോൾ ചെറിയൊരു ഇത് തോന്നി, വെറുതെ ക്ലാസ് വിട്ട് കുറച്ച് നേരത്തെ ക്ലാസ് റൂമിൽ എത്തിയപ്പോൾ ഒന്ന് കണ്ടു, അപ്പോൾ ഒരു സന്തോഷം തോന്നി, പിന്നെ അത് പരിചയമായി മാറി. അവിടെ എന്ത് പരിചയപ്പെട്ടോ? അവർ പരിചയപ്പെട്ടില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. മെഡിസിന് പഠിക്കുന്ന ഒരു സുഹൃത്ത് ഒരു പെൺകുട്ടി അവനോട് വല്ലാത്ത സ്നേഹം കാണിച്ചപ്പോൾ, ഒരു പെൺകുട്ടി നേരിട്ട് തന്നെ സ്നേഹിക്കുന്നു മനസ്സിലാക്കിയപ്പോൾ ഭയങ്കര ആനന്ദത്തിൽ 4 വർഷം അവൻ ആ ബന്ധം തുടർന്നു. അവൻ എൻ്റെ വീട്ടിൽ വന്ന് ആരും അറിയാതെ എന്നോട് പറഞ്ഞ സത്യമാണ് എന്നോട് പറഞ്ഞത്. 4 വർഷം തുടർന്നു. അവസാനം ഹൗസ് സർജൻസി കഴിഞ്ഞിട്ട് അവസാനം കുറച്ച് പേഷ്യൻസ് വേണം സ്വന്തമായിട്ട്. താൻ ഉണ്ടാക്കിയ മുഴുവൻ പേഷ്യൻസിനെ അടക്കം ആർക്ക് കൊടുത്തു? ഈ പെൺകുട്ടിക്ക് കൊടുത്തു. അവൻ്റെ കയ്യിൽ കൊടുക്കുന്ന വാപ്പ അയക്കുന്ന പൈസ വലിയ വിഹിതം അവൾക്ക് കൊടുത്തു. എന്നിട്ട് തൻ്റെ പേഷ്യൻസിനെ കൊടുത്ത് എക്സാം അവൾ പാസ്സായി. അവൻ്റെ ഒരു പേപ്പർ പോയി കഴിഞ്ഞതിന് ശേഷം അവളുടെ ഫോൺ എന്താ അറിയൂ, എനിക്കൊരു വിവാഹം തീരുമാനിച്ചിട്ടുണ്ട്, സോറി എന്ന് പറഞ്ഞ് അവൾ ഫോൺ വെച്ചു. അവൻ ചോദിക്കുന്നത്, എന്തിനായിരുന്നു ഈ 4 വർഷം അവൾ കൂടെ നടന്നതെന്ന് വെച്ചാൽ അവൾക്ക് മാസത്തിൽ ചെറിയൊരു ഫീസ് കിട്ടാനും അതേപോലെ തന്നെ അവളുടെ കോഴ്സിന് സഹായം കിട്ടാനും. നല്ല പരിചയമല്ലേ? 4 കൊല്ലം പരിചയപ്പെട്ടിട്ട് അവൾ എന്നെ ചതിക്കുകയായിരുന്നു എന്ന് പോലും തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ സുഹൃത്തുക്കളെ, ഈ പരിചയം ഒരു ജീവിതത്തിന് വേണ്ടി ഒരു ഇണയെ തിരഞ്ഞെടുക്കാനുള്ള പരിചയപ്പെടൽ എന്ന് പറയാൻ പറ്റും? ക്യാമ്പസിൽ നിന്ന് കാണുന്ന ഈ ചിരിയും കളിയും മെസ്സേജുകളിൽ നിന്നും ഒരു വ്യക്തിയെ എങ്ങനെ പരിചയപ്പെടാൻ പറ്റും? ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ പേരിൽ പറയുന്ന എല്ലാ ന്യായങ്ങളും ബാലിശമാണെന്ന് മനസ്സിലാക്കാൻ ഒരു പക്ഷേ ഇത് മാത്രം മതിയാവും. അതുകൊണ്ട് വിവാഹത്തിന് വേണ്ടി പരിശുദ്ധമായ ഒരു പരിചയപ്പെടൽ, അതിൽ നല്ല അവസരമുണ്ട്. പെൺകുട്ടിയോട് ചോദിക്കും, നിനക്ക് പറ്റുമോ ഇയാളെ വാപ്പ? പറ്റിയെന്ന് പറഞ്ഞാലേ കല്യാണം നടക്കുള്ളൂ. നിങ്ങൾക്ക് ആ പെൺകുട്ടിയെ പഠിപ്പിച്ച അധ്യാപകനോട് ചോദിക്കാം, അവരെ കൂട്ടുകാരികളോട് അന്വേഷിപ്പിക്കാം, അയൽവാസികളോട് അന്വേഷിപ്പിക്കാം. നിങ്ങൾക്ക് തന്നെ അവരോട് സ്വന്തം ചോദ്യങ്ങൾ ചോദിച്ച് അവരെ നിങ്ങളുടെ ദാമ്പത്യത്തിന് പറ്റുമോ എന്ന് പൂർണ്ണമായും നിങ്ങൾക്ക് അന്വേഷിച്ചറിഞ്ഞ് തന്നെ കല്യാണം കഴിക്കാനും, അന്യയായ ഒരു പെൺകുട്ടിയായിട്ട് പോലും അവളെ ഒന്ന് കണ്ട് മുഖം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ഉറപ്പ് വരുത്താനും ഇസ്ലാം അനുവാദം കൊടുക്കുന്ന ആ പരിചയപ്പെടലിനേക്കാളും വലിയൊരു പരിചയപ്പെടൽ ഇത്തരം അവിഹിത ബന്ധങ്ങളിൽ നടക്കുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയും. പിന്നെ സ്വാഭാവികമായൊരു സംശയം എന്ന് പറഞ്ഞാൽ, കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി, ഒരു ആൺകുട്ടി എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എന്തെങ്കിലും കാണുന്നതിൽ എന്തു തെറ്റെന്നാണ്. സഹോദരങ്ങളെ, അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത്, ആ ആയത്ത്
നമ്മളെല്ലാവരും വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരായത്താണ്. നബി സാസമയോട് പറയാണ്, പിന്നെ ഒരിക്കലും വലാ തഖ്ലഅന ബിൽ ഖൗൽ, അന്യ ആണുങ്ങളോട് സംസാരിക്കുമ്പോൾ വലാ തഖ്ലഅന ബിൽ ഖൗൽ, നിങ്ങൾ വാക്കിൽ തന്മയത്വം കാണിക്കരുത്, ഒരു താഴ്മ കാണിക്കരുത്. അതായത് സംസാരിക്കുന്ന സമയത്ത് ഒരു താല്പര്യം ജനിപ്പിക്കാവുന്ന സംസാരം സംസാരിക്കരുതേ എന്ന് സ്ത്രീകളോട് പറയാം. എന്നിട്ട് അതിന്റെ കാരണം പറയുന്നുണ്ട്. ഫീ കൽബിഹി മറദുൻ, ഹൃദയത്തിൽ ഇത്തരം ലൈംഗിക രോഗങ്ങളുള്ള ആളുകളുണ്ടല്ലോ, അവർക്ക് ആ ഒരു സംസാരം മതി അവരിൽ നിന്നും തെറ്റായ പെരുമാറ്റങ്ങൾ വരാൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, രണ്ട് മനസ്സുണ്ട്. ഒരാൾ ചിലപ്പോൾ പ്രത്യേകിച്ച് തെറ്റൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല, അടുത്ത ആള് വേറൊരു നിലക്കായിരിക്കും അതിനെ കാണുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് എങ്ങനെ കണ്ടു എന്ന് നമുക്ക് അറിയാൻ പറ്റൂല. അതുകൊണ്ട് ബന്ധങ്ങൾക്കൊരു പരിധിയുണ്ട്. പെൺകുട്ടിയോട് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങളുടെ ബ്രദറിനോട്, നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ പെരുമാറുന്ന ആ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്മേറ്റിനോട് പെരുമാറാനില്ല. ആൺകുട്ടിയോട് പറയാനുള്ളത്, നിങ്ങളുടെ സിസ്റ്ററോട്, നിങ്ങളുടെ മോട്ടോർ ബൈക്കിന്റെ ബാക്കിൽ ഇരുത്തി കൊണ്ടുപോകുന്ന നിങ്ങളുടെ പെങ്ങളോട്, നിങ്ങളുടെ ഉമ്മയോട്, നിങ്ങളുടെ ഭാര്യയോട് സംസാരിക്കുന്ന പോലെയും തമാശ പറയുന്ന പോലെയും പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. ആ സ്വാതന്ത്ര്യം ആരെങ്കിലും ഉപയോഗിച്ചാൽ അത് ജീവിതത്തിന്റെ വലിയൊരു ദുരന്തത്തിലായിരിക്കും, ഇഹലോകത്തെയും പരലോകത്തെയും കൊണ്ടെത്തിക്കാന്ന് മനസ്സിലാക്കും. അപ്പൊ സ്വാഭാവികമായ ചില സംസാരങ്ങൾ ഉണ്ടാവും ക്ലാസ്സിലെത്തുന്ന സമയത്ത്. അതുകൊണ്ട് ആ ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്, വഖുൽന ഖൗലൻ മഅറൂഫ. അപ്പൊ ഞാനിങ്ങനെ ബലം പിടിച്ചിങ്ങനെ കണ്ണു തുറപ്പിച്ചിരിക്കണമെന്നാണോ പറയുന്നത്? ഒരു നല്ല സംസാരം പറ്റൂല എന്ന് പറഞ്ഞാൽ വേണ്ട. വഖുൽന ഖൗലൻ മഅറൂഫ, മാന്യമായ സംസാരമില്ലേ, ആ മാന്യമായ സംസാരം പറഞ്ഞു നോക്കൂ നിങ്ങൾ. നമ്മൾ കാറ് ഡ്രൈവ് ചെയ്ത് പോകുന്നു, ഒരു വഴിയോരത്ത് ഒരു സ്ത്രീ നിൽക്കുന്നു, നമുക്ക് വഴി അറിയില്ല, അടുത്ത ടേണിങ്ങിൽ തിരിയണമെങ്കിൽ വഴി ചോദിക്കണം. ആ സ്ത്രീയോട് ചോദിച്ചു, ഇതാണ് ഇവിടെ എങ്ങനെയാണ് കോഴിക്കോട്ടേക്കുള്ള വഴി എന്ന് ചോദിച്ചാൽ ഒരു പ്രശ്നമില്ല. ആ സ്ത്രീ എന്താ പറയാ, കോഴിക്കോട്ടേക്ക് നേരെ ലെഫ്റ്റ് പോയാൽ മതി എന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ആരാണ്, നിങ്ങൾ എവിടുന്ന് വരുന്നു, നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ ആ ചോദ്യങ്ങൾ യഥാർത്ഥത്തിൽ ആവശ്യത്തിന് വേണ്ട ചോദ്യങ്ങളല്ല. നിങ്ങളുടെ ക്ലാസ്മേറ്റിനോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ആ സംസാരത്തിന്റെ പരിധി ഒരാസ്വാദനത്തിലേക്കും അവിഹിതത്തിലേക്കും കടന്നു പോകുന്നത് നമ്മൾ അറിയും, തീർച്ചയായും നമ്മൾ അറിയും. നമ്മുടെ ക്ലാസ്സിലെ 20 പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടികളോട് പ്രത്യേകമായി സംസാരിക്കാൻ ഒരു താല്പര്യം ഹൃദയത്തിൽ ജനിക്കുമ്പോൾ അവിടെയാണ് അതിൻ്റെ ഫുൾ സ്റ്റോപ്പ്. അവിടെ വിരമിച്ചാൽ സ്വാഭാവികമായും നമ്മൾ നന്മയുടെ വഴിയിലായിരിക്കും. അതുകൊണ്ട് നമുക്ക് പെരുമാറാനും നമുക്ക് ബന്ധപ്പെടാനുമുള്ള ഒരു പരിധിയുണ്ട്. അതിനപ്പുറത്തേക്ക് പോയാൽ ഒരു പക്ഷേ നമ്മളുടെ സംസാരങ്ങൾ വേറെ രൂപത്തിലേക്ക് പോകും. പിന്നെ ലാസ്റ്റ് വെച്ചൊരു സംശയം ദഅവത്താണ്. ഇപ്പം നമ്മൾ പെൺകുട്ടികളോട് ദഅവത്ത് നടത്താൻ മറ്റ് പെൺകുട്ടികളൊന്നും ഇല്ലാതെ ആവുമ്പോൾ അവരെ ക്ലാസ്സുകൾക്ക് ക്ഷണിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ബന്ധപ്പെടാൻ പറ്റുമോ എന്ന്. ഏറ്റവും പ്രധാനമെന്ന് വെച്ചാൽ ഒരു നിരന്തര ബന്ധം ഒരു അന്യ ആണിനോടോ ഒരു അന്യ പെണ്ണിനോടോ ഉണ്ടാവുന്നത് എന്തായാലും അപകടം തന്നെയാണ്. അത് എന്തു കാര്യത്തിനായാലും ഒരു നിയന്ത്രണമില്ലാത്തൊരു ബന്ധം. അതുകൊണ്ട് നിരന്തരമായ ബന്ധപ്പെടലുകളിലൂടെയാണ് പലപ്പോഴും ഇത്തരം അവിഹിതങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും അതിന് മറ്റെന്തെങ്കിലും വഴികൾ കണ്ടെത്തുകയും അതിന് നമുക്ക് നമ്മുടെ പെങ്ങന്മാരോ നമ്മുടെ ഭാര്യമാരോ നമുക്ക് ബന്ധമുള്ളവരോ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ആ പെൺകുട്ടികളുടെ കൂട്ടത്തിൽ ഉപയോഗപ്പെടുത്തുകയും അവരെ ആ ദാവത്തിന് വേണ്ടി പ്രേരിപ്പിക്കുകയായിരിക്കും നന്നായിരിക്കുക. നേർക്ക് നേരെ ഒരു ബന്ധം നിരന്തരമായി ഉണ്ടാവുന്നു. ഒരു അറിയിപ്പ് നമ്മൾ കൊടുക്കുന്നു, ഒരു ക്ലാസ് ഉണ്ടെന്നതിൻ്റെ ഒരു മെസ്സേജ് കൊടുക്കുന്നു എന്നതല്ല, നമ്മൾ അവരെ അതിനുവേണ്ടി പറയുകയും ബന്ധപ്പെടുകയും ചെയ്യുന്നത് നിരന്തരമാകുമ്പോൾ പലപ്പോഴും അത് അപകടങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ഒരു അന്യ ആണ് ഒരു അന്യ പെണ്ണ് എന്ന നിലക്കുള്ള ആ ഒരു അകലം കാത്തു സൂക്ഷിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്.